ഡോക്ടർ വി ശിവദാസൻ, ചരിത്രത്തിൽ രണ്ടോ മൂന്നോ തവണയെ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് തന്നെ നടന്നിട്ടുള്ളൂ പൂർണ്ണമായ നിലയിൽ. ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെ ഇന്ത്യ മുന്നണിയാണോ മത്സരിക്കുന്നത് അതോ കോൺഗ്രസ് ആണോ? ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് തൃണമൂൽ കോൺഗ്രസും NCPയും അടക്കമുള്ള കക്ഷികൾ കോൺഗ്രസ് ഏകപക്ഷീയമായ തീരുമാനമെടുത്തു എന്ന പരാതി ഉന്നയിക്കുന്ന നിലയാണുള്ളത് എന്ന്. അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന 237 MP-മാരുള്ള ലോക്സഭയിലുള്ള ബ്ലോക്കിനെ സംബന്ധിച്ച് തുടക്കത്തിലെ അനൈക്യവും ശൈഥില്യവും ഉണ്ടോ? ഈ പറഞ്ഞതുപോലെ സർക്കാരിനെ വിറപ്പിക്കാൻ ഒരുമിച്ച് നിന്നുകൊണ്ട് വിറപ്പിക്കാനുള്ള ഫ്ലോർ തന്ത്രങ്ങളൊക്കെ ഉണ്ടോ യഥാർത്ഥത്തിൽ? ഇന്ത്യ മുന്നണി എന്ന നിലയിൽ കൂടിയാലോചനകളിലൂടെ BJP ഇന്ന് പാർലമെന്റിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരായി ശക്തമായ നിലപാടെടുത്ത് പോകുന്നതിനുള്ള തീവ്ര ശ്രമം നടത്തും. ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, വ്യത്യസ്ത വീക്ഷണം ഉണ്ടാവും. പക്ഷേ എങ്ങനെയെല്ലാം യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഉൾപ്പെടെ കൂടിയാലോചനകൾ നടത്തുകയും ആ കൂടിയാലോചനയുടെ തുടർച്ചയിൽ എല്ലാ അർത്ഥത്തിലും യോജിച്ച് എങ്ങനെ പോകാൻ കഴിയും BJPയുടെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ എന്നുള്ളതാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം കാണുന്ന കാഴ്ച എന്താണ്? BJP എല്ലാ അർത്ഥത്തിലും പ്രതിപക്ഷത്തെ, ജനാധിപത്യ ശബ്ദത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. BJP ഭരണം ജനവിരുദ്ധതയുടെ, കൊള്ളയുടെ, അഴിമതിയുടെ ഒരു വലിയ അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവരുടെ കൊട്ടിഘോഷിച്ച് നടത്തിയിട്ടുള്ള പരിപാടികളിലേക്ക് തന്നെ എടുക്കാം. എന്തിനേറെ പറയുന്നു, മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള രാമന്റെ നാമധേയത്തിൽ പണിതിട്ടുള്ള ക്ഷേത്രം ചോർച്ചയിലാണ് എന്ന് അവിടുത്തെ മുഖ്യ പുരോഹിതനെ വിളിച്ചു പറയേണ്ടി വന്നിരിക്കുകയാണ്. മഴയിൽ ക്ഷേത്രം ചോർന്നൊലിക്കുന്നു, അതിദയനീയമാണ് ഇവിടെ സ്ഥിതി എന്ന് പറയുകയാണ്. SP ഉൾപ്പെടെയുള്ള പാർട്ടികൾ നേരത്തെ തന്നെ ക്ഷേത്ര നിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ച്, അവിടെ ഭൂമി ചിലർ ഇതിൻ്റെ ട്രസ്റ്റിൻ്റെ ഒക്കെ ഭാഗമായി നിന്നുകൊണ്ട് തട്ടിയെടുത്തതിനെ കുറിച്ചൊക്കെ അവരൊക്കെ പ്രസ്താവനകളിലൂടെ പ്രതികരിച്ചിട്ടുള്ളതാണ്. രാമന്റെ പേരിൽ അമ്പലം എടുത്തിട്ട് ആ അമ്പലത്തിൽ നിന്ന് കൊള്ള നടത്തുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം നീചമായിട്ടുള്ള കാര്യമാണ് നടന്നിട്ടുള്ളതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി നീറ്റ് പരീക്ഷ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾ എഴുതിയിട്ടുള്ള പരീക്ഷ, ആ പരീക്ഷകൾ കഴിഞ്ഞ 5 വർഷമായി പരിശോധിച്ചാൽ നാം കാണുന്ന കാഴ്ച എന്താണ്? പരീക്ഷകൾ റദ്ദാക്കേണ്ടി വരുന്നു. നീറ്റ് പരീക്ഷയിൽ ഭാഗമാക്കായിട്ടുള്ള അല്ലെങ്കിൽ NTAയുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗമായിട്ടുള്ള വിവിധ പരീക്ഷകളിൽ പങ്കാളികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. UGC നെറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ ദയനീയമായ നിലയിലുള്ള ഒരു പരീക്ഷാ സംവിധാനം, അതുപോലെ തന്നെ ഭരണ സംവിധാനം